ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിസർച്ച് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് റിസർച്ച്? റിസർച്ച് ഇസ് എ കെയർഫുൾ ആൻഡ് ഓർഗനൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ടഡ് ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ്, അല്ലെ? അതായത് ഒരു വിഷയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുതിയ അറിവ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സയന്റിഫിക് രീതിയിൽ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ദാറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ എന്താ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു ആൻഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇതാണ് എന്ത്? റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ റിസർച്ച് എന്താന്ന് പഠിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? വാട്ട് ആർ ദി സ്റ്റെപ്സ് ഓഫ് ദ റിസർച്ച്? അപ്പൊ എന്താണ് റിസർച്ചിന്റെ സ്റ്റെപ്പ് അല്ലേ? അപ്പൊ നമുക്ക് റിസർച്ച് നമുക്ക് എന്തൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് റിസർച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ പ്രോബ്ലം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. ഒരു ക്ലിയർലി നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പിക്കോ പ്രോബ്ലമോ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക? നമ്മൾ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻ, ഡാറ്റ കളക്ഷൻ, അല്ലെങ്കിൽ ഇന്റർവ്യൂ, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. സോ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത്? റിവ്യൂ ദ ലിറ്ററേച്ചർ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രോബ്ലം ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ്? വെറ്റാണ് യൂസ് ചെയ്തിട്ട് വൂണ്ട് ഹീൽ ആവുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. ഞാൻ ഡിഫൈൻ ചെയ്ത പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇതിനോടകം ബന്ധപ്പെട്ട എല്ലാ ബുക്സും ജേർണൽസും പ്രീവിയസ് സ്റ്റഡിയും ടോപ്പിക്കൊക്കെ ഞാൻ എന്താ ചെയ്യുക? സ്റ്റഡി ചെയ്യാണ്. എന്നിട്ട് നമ്മൾ റിലവന്റ് ആയിട്ടുള്ള വേറൊരു നോളജ് നിന്ന് കണ്ടുപിടിക്കാണ്. അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. സോ വാട്ട് ഇസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ? സ്റ്റഡി ദ പ്രീവിയസ് ബുക്സ്, ജേർണൽസ് ആൻഡ് പ്രീവിയസ് റിസർച്ച് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ റിസർച്ച് സ്റ്റഡി. സോ നെക്സ്റ്റ് എന്താണ്? തേർഡ് സ്റ്റെപ്പാണ് ഫോർമുലേറ്റ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. സോ ഓർ ഹൈപ്പോത്തസിസ് അല്ലെ? സോ വാട്ട് ഈസ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ കണ്ടുപിടിച്ച ഈ സ്റ്റഡി, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ പുതിയ പ്രോബ്ലം, അത് നമ്മൾ എന്താണ്? അത് സ്റ്റേറ്റ് ചെയ്യാണ്. അതിന്റെ എന്താണ്? അതിപ്പോ നമ്മൾ കണ്ടുപിടിച്ച ക്ലിനിക്കൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച തിയറി വെച്ച് എന്താണ്? അതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? പ്രഡിക്ഷൻ ഉണ്ടോ? ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ചേഞ്ചസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ്. അതാണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയാ. ഇപ്പൊ ഞാൻ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വഴി കണ്ടുപിടിച്ച് ഞാനിപ്പോ ഒരു പുതിയ മാനേജ്മെന്റോ, അല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡോ, അല്ലെങ്കിൽ ഒരു പുതിയ മെഡിസിനോ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? അത് ഞാൻ ഒന്നും കൂടി എന്താണ്? അതിന്റെ എയിം അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡി ഞാൻ ഒന്നും കൂടി എന്താ പ്രെഡിക്റ്റ് ചെയ്യാണ്. അത് ക്ലിനിക്കലി അല്ലെങ്കിൽ തിയറിറ്റിക്കലി ഓക്കെ ആണോ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അല്ലെ? നെക്സ്റ്റ് എന്താണ്? റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ ദ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നമ്മളൊരു നമ്മൾ പറയില്ലേ ഓവറോൾ റിസർച്ച് ഡിസൈൻ, അല്ലെങ്കിൽ നമ്മൾ ഓവറോൾ ഒരു ബ്ലൂ പ്രിന്റ് ഓഫ് ദ റിസർച്ച് എന്ന് പറയും. നമ്മൾ എന്തായാലും ഓവറോൾ ഫ്രെയിം വർക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ടെക്നിക്സ് ആണ് വേണ്ടത്, ഈ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, അല്ലെങ്കിൽ മിക്സ്ഡ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ എത്ര എത്ര പോപ്പുലേഷൻ വേണോ, നമ്മൾ ഓവറോൾ നമ്മുടെ ഫ്രെയിം വർക്കിനെയാണ് എന്ത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് പോപ്പുലേഷൻ വേണമല്ലോ. ഈ പോപ്പുലേഷൻ വേണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഈ പോപ്പുലേഷനെ സെലക്ട് ചെയ്യണ മെത്തേഡിനെ പറയണ പേരാണ് എന്ത്? സാമ്പിളിംഗ്. സോ നമ്മൾക്കിപ്പോ ഇന്ത്യയിൽ 3.5 കോടി ജനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് 3.5 കോടി ജനങ്ങളെ നമുക്ക് റിസർച്ചിന് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താണ്? ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സ്മോൾ നമ്പർ ഓഫ് പോപ്പുലേഷനെ സെലക്ട് ചെയ്യുന്നതാണ് എന്ത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാമ്പിളിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി അറിയുകയാണെങ്കിൽ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. എന്താണ്? പ്രോബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഏത് പേഷ്യന്റിന് വേണമെങ്കിലും നമുക്ക് റിസർച്ചിന് തെരഞ്ഞെടുക്കാം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊരു 10 പേഷ്യന്റ് നമ്മൾ റാൻഡംലി തെരഞ്ഞെടുത്തു. അതാണ് എന്ത്? പ്രോബിലിറ്റി സാമ്പിളിംഗ്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഓക്കെ ഷുഗർ ഉള്ള പേഷ്യൻസിന് മാത്രം നമുക്ക് തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇത്ര ഏജ്, അങ്ങനെ നമ്മളൊരു ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് വഴി നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോഴാണ് എന്ത്? അതൊരു നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആവുന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്ന? ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഗ്യാദർ ഇൻഫോർമേഷൻ യൂസിങ് ദ മെത്തേഡ് സച്ച് ആസ് സർവേ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നു. നമ്മൾ പല പല ടെക്നിക്ക് വഴി, അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്?
ഫൈൻഡിങ്സ് നമ്മൾ അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. നമ്മൾ ഫൈൻഡിങ്സും അല്ലെങ്കിൽ അത് റിസർച്ച് ഒബ്ജക്റ്റീവ്സും അല്ലെങ്കിൽ ഹൈപ്പോത്തീസും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കൺക്ലൂഷൻ, ഒരു സമ്മറൈസ് ചെയ്ത് എല്ലാ ഫൈൻഡിങ്സും നോക്കി ഒരു കൺക്ലൂഷൻ കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സബ്മിറ്റ് ചെയ്യുന്നു. ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത്, ഒരു പുതിയൊരു തീരുമാനം എടുക്കാൻ. ഇതാണ് എന്ത്, റിസർച്ചിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് അല്ലെ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് എന്ത്, ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച്. വാട്ട് ഈസ് പ്യുവർ റിസർച്ച്? എന്താണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഗെയിൻ ന്യൂ നോളജ് വിതൗട്ട് എനി ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. Conducted to increase the knowledge and understanding that does not focus on immediate practical applications. എന്ന് വെച്ചിങ്ങനെ എന്താ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെറുതെ ഒന്ന് സ്റ്റഡി ചെയ്ത് വെക്കുവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് ആണ്. എന്താണ് അപ്ലൈഡ് റിസർച്ച്? ഇറ്റ് എയിംസ് ടു സോൾവ് പ്രാക്ടിക്കൽ ആൻഡ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. അതായത് ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യുവാണ് എന്തില്, അപ്ലൈഡ് റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പുതിയ മരുന്ന് ബോഡിയിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് പഠിക്കുന്നത് എന്താണ്, ബേസിക് റിസർച്ച് ആണ്. ഓക്കെ, ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു, നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. സോ അതിനെയാണ് നമ്മൾ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ആ മരുന്ന് പേഷ്യൻസിന് ഗുഡ് ആണോ, എഫക്റ്റീവ് ആണോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഫെർദർ മോർ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച് ക്ലിയർ ആയില്ലേ? ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ആണ് എന്ത്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഇസ് നോട്ട്, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് വേർഡ്സ് ബേസ് ആക്കിയിട്ടുള്ള ഡാറ്റയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇമോഷൻസ്, എക്സ്പീരിയൻസസ്, ഇന്റർവ്യൂ ചെയ്യുക, ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ നമ്പേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ സർവേ ചെയ്യുക, ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ടാക്കുക, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഇസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പറയുന്നത് എന്താ, ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ്, സിറ്റുവേഷൻസ് ഓർ ഫിനോമിന ആസ് ദേ എക്സിസ്റ്റ്. അതായത് കൂടുതൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റഡിയാണ്, കൂടുതൽ വിവരിച്ച് നമ്മൾ പറയുവാണ്. അതാണ് എന്തിൽ വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലിൽ നഴ്സുമാരിൽ എത്ര പേര് ജോലി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നോക്കുന്നത്, അതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഇസ് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച് എന്താ, യൂസ് ദി എക്സിസ്റ്റിംഗ് ഡാറ്റ ടു ഇവാലുവേറ്റ്, ഇന്റർപ്രറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മൾ വിശകലനം ചെയ്ത് നോക്കുക എന്ന് പറയില്ലേ, അതാണ് അനലിറ്റിക്കൽ റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ട് നഴ്സുമാർ ജോബിൽ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്ന് നോക്കുന്നതാണ് അനലിറ്റിക്കൽ റിസർച്ച്. ഹോസ്പിറ്റലിൽ നഴ്സുമാർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ്, ബട്ട് എന്തുകൊണ്ട്, അതിന്റെ കോഴ്സ് അന്വേഷിച്ച് പോകുന്നതാണ് അനലിറ്റിക്കൽ റിസർച്ചിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഇസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്? അതായത് മെയിൻ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ്സ് എ പ്രോബ്ലം വിത്ത് ലിറ്റിൽ പ്രയർ നോളജ്. അതായത് നമുക്ക് ആകെ ഒരു ലിറ്റിൽ ഇൻഫോർമേഷൻ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം ഇൻഫോർമേഷൻ നമ്മൾ ഗെയിൻ ചെയ്യാനായിട്ട് നോക്കുകയാണ്. നമ്മളവിടെ മാക്സിമം റിസർച്ച് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമ്മൾ മാക്സിമം ഇൻഫോ ഗെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ആകെ കൂടിയുള്ള ഒരു ലിറ്റിൽ ഇൻഫോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം ഇൻഫോർമേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തെടുക്കുകയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ വരുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, exploring the reasons for medication non-adherence among patients in hypertension. Okay. And next is experimental research. എന്താണ് experimental research? The test cause and effect relationship by manipulating the variables under controlled conditions. അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ മാറ്റുന്നു, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിപ്പെൻഡന്റ് വേരിയബിളിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാവുന്നു എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നേഴ്സ് അസസിങ് ന്യൂ വൂണ്ട് ഡ്രസ്സിംഗ്.
ഓക്കെ, അതായത് ഓൾഡ് ഡ്രസ്സിങ്ങിനേക്കാൾ എത്രത്തോളം നന്നായിട്ട് പുതിയൊരു വൂണ്ട് ഡ്രസ്സിങ്ങിന് ആ ഒരു വൂണ്ടിനെ ഹീലാക്കാൻ പറ്റും എന്ന് നമ്മൾ നോക്കുന്നതാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരുന്നത്. ക്ലിയർ ആയോ? അടുത്തതാണ് എന്ത്? കോറിലേഷണൽ റിസർച്ച്. കോറിലേഷണൽ റിസർച്ച് പറയുന്നത് എന്താണ്? ദാറ്റ് എക്സാമിൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് വിതൗട്ട് മാനിപ്പുലേറ്റിംഗ് ദം. അതായത് മോർ ദാൻ 2 വേരിയബിൾസിന്റെ റിലേഷൻ നമ്മൾ നോക്കും. ഓക്കെ, അതായത് നഴ്സസിന്റെ ജോബ് സ്ട്രെസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ബിറ്റ്വീൻ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. അതായത് അവരുടെ ജോബ് സ്ട്രെസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അവർ എത്രത്തോളം ജോബിൽ സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു റിലേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഇസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്താ? ദ സ്റ്റഡീസ് പാസ്റ്റ് ഇവന്റ്സ് യൂസിങ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. അതായത് പാസ്റ്റിൽ എന്തെങ്കിലും നടന്നിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റിൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ പ്രസന്റ്ലി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് നോക്കുന്ന ആ ഒരു സ്റ്റഡീനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ചിൽ വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ റോൾ ഇൻ റിസർച്ച് അനുസരിച്ച് നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ ആൻഡ് കൺഫൗണ്ടിങ് വേരിയബിൾ ആണ് ഉള്ളത്. വാട്ട് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? എന്താ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്? ദ വേരിയബിൾ ദാറ്റ് ഇസ് ചേഞ്ച്ഡ് ഓർ കൺട്രോൾഡ് ബൈ ദ റിസർച്ചർ. അതായത് റിസർച്ചറിന് ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി എഫക്ട് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓൺ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ്. ഇതിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് എന്ത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് എത്രത്തോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവുന്നു? ഹാൻഡ് ഹൈജീനിന്റെ ആ ഒരു ഹൈജീനസും കൂടുകയാണ് ചെയ്യുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എത്രത്തോളം പുവർ ആവുന്നു അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൈജീൻ പ്രാക്ടീസിനെയും കൂടി എഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഹെൽത്ത് എഡ്യൂക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ചറിന് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ആക്കാൻ പറ്റും. സോ ആ ഒരു എക്സാമ്പിളിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരിക. ക്ലിയർ ആയോ? ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. വാട്ട് ഇസ് ഡിപെൻഡന്റ് വേരിയബിൾ? ദ ഔട്ട്കം ദാറ്റ് ഇസ് മെഷേർഡ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഇറ്റ് ഇസ് എ എഫക്ട് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓൺ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസിൽ നമ്മൾ പറഞ്ഞു എന്ത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലെ. ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മൂലം മാറുന്ന ഒന്നിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ മൂലം അവിടെ മാറുന്നത് എന്താണ്? നമ്മുടെ എക്സാമ്പിളിൽ ഹാൻഡ് ഹൈജീൻ ആണ് അല്ലെ. എത്രത്തോളം ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ നന്നായി കൊടുക്കുന്നു അതിനനുസരിച്ച് ഹാൻഡ് ഹൈജീനിന്റെ റേറ്റ് കൂടുന്നു. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മൂലം മാറുന്ന ഒന്നാണ് എന്ത്? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കൺട്രോൾ വേരിയബിൾ. വാട്ട് ഇസ് കൺട്രോൾ വേരിയബിൾ? ദ വേരിയബിൾസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ടു എൻഷുർ എ ഫെയർ ടെസ്റ്റ്. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദി എഫക്ട് ഓഫ് എക്സസൈസ് ഓൺ ബ്ലഡ് പ്രഷർ. അതായത് ബ്ലഡ് പ്രഷറിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് ചോദിക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എക്സസൈസ് ആണ് അല്ലെ. ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? എക്സസൈസ് മൂലം മാറുന്ന സംഭവം ഏതാണ്? അതിൽ ബ്ലഡ് പ്രഷർ ആണ്. സോ വാട്ട് ഇസ് കൺട്രോൾ വേരിയബിൾ? അതിൽ എന്തായിരിക്കും കൺട്രോൾ വേരിയബിൾ വരുന്നത്? എന്തായിരിക്കും? അതായത് ഡിപെൻഡന്റ് വേരിയബിളിനെ ബാധിക്കുന്നത് എന്നാൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ബാധിക്കാത്തത്. ഓക്കെ, എഫക്ട് ചെയ്യാത്തത്. ഇത് ഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഏജ് അല്ലെ, എൽഡേർലി ഒക്കെ പോകുന്നതിനനുസരിച്ച് എന്ത് വരും? നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ആവില്ലേ? ഡയറ്റ്, മെഡിസിൻസ്, ഇതൊക്കെയാണ് കൺട്രോൾ വേരിയബിൾ വരുന്നത്. അതായത് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രം എഫക്ട് ചെയ്യുന്നുള്ളൂ, ഇൻഡിപെൻഡന്റ് വേരിയബിളിന് അത് എഫക്ട് ചെയ്യുന്നില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കൺഫൗണ്ടിങ് വേരിയബിൾ. എന്താണ് കൺഫൗണ്ടിങ് വേരിയബിൾ? ആൻ അൺകൺട്രോൾഡ് വേരിയബിൾ ദാറ്റ് മേ ഇൻഫ്ലുവൻസ് ദ റിസൾട്ട്സ്. അതായത് ബോത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ, ആ ഒരു എഫക്റ്റിനെ നമ്മൾ എഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബോത്ത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിളിന്റെ ആ ഒരു റിലേഷനെ എഫക്ട് ചെയ്യുന്നതിനെയാണ് കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയാ. ഇപ്പൊ എക്സാമ്പിൾ എന്താ പറയാ? ഒരാൾ എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹെൽത്തി ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ബി പി
കുറയുവാണ്. ഓക്കെ, അപ്പൊ എന്ത് മൂലമാണ് കുറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഒരാൾ എക്സസൈസ് എടുത്തത് കൊണ്ടാണോ അതോ ഡയറ്റ് എടുത്തത് കൊണ്ടാണോ എന്നുള്ള റീസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ബോത്ത് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിളുടെ റിലേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് എന്താണ് അതിന്റെ റീസൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് കൺഫൗണ്ടിങ് വേരിയബിൾ. ഇനി ബേസ്ഡ് ഓൺ ദ ഡാറ്റ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഓക്കെ, വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ? ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ക്വാളിറ്റീസ് ഓർ കാറ്റഗറീസ്. അതായത് അവിടെ മെയിൻ ആയിട്ട് കാറ്റഗറീസിനെയാണ് സൂചിപ്പിക്കുന്നത്. വി കാൺ മെഷർ, നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ജെൻഡർ ഒരു കാറ്റഗറിയാണ് അല്ലേ, ബ്ലഡ് ഗ്രൂപ്പ് ഒരു കാറ്റഗറിയാണ്. ഓക്കെ, അങ്ങനെ കാറ്റഗറീസ് സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത്. And next one is quantitative variable. What is quantitative variable? It represents the numbers and measurements. Qualitative variable നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ വി ക്യാൻ മെഷർ, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് വരുന്നത്? പേഷ്യൻസിന്റെ ഏജ്, അവരുടെ BP, ഇൻവെസ്റ്റിഗേഷൻ കൗണ്ട് അല്ലെ, ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? മെഷർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് വേരിയബിൾ. എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ? ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ റേഞ്ച്. അതായത് ഒരു റേഞ്ച് ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ, അല്ലെങ്കിൽ ഈ ഒരു നോർമൽ ലിമിറ്റ്സിന്റെ അകത്ത് കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഫോർ എക്സാമ്പിൾ BMI ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ഒബീസ് ആണ്, 18.5 to 29.9 നോർമൽ ലെവൽ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അതിനെയാണ് BMI, അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഒക്കെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആ ഒരു റാങ്ക് അനുസരിച്ചല്ലേ പറയുന്നത്. സോ വിത്തിൻ ആ റേഞ്ചിൽ കിടക്കുന്ന വേരിയബിൾസിനെ എല്ലാം നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാം. കിട്ടിയോ? ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലിറ്ററേച്ചർ റിവ്യൂ ഇൻ റിസർച്ച്. സോ വാട്ട് ഈസ് ലിറ്ററേച്ചർ റിവ്യൂ? എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞേ? ലിറ്ററേച്ചർ റിവ്യൂ ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ആൻഡ് അനലൈസിംഗ് ആൻഡ് സമ്മറൈസിംഗ് എക്സിസ്റ്റ് റിസർച്ച് ആൻഡ് ദ സ്റ്റഡീസ്, ബുക്സ്, ജേർണൽസ് ആൻഡ് അതർ റിലവൻറ്റ് സോഴ്സ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പൊ നമ്മൾ എന്തൊക്കെ സിമ്പിൾ ആയിട്ട് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ബുക്സ്, സ്റ്റഡി, ജേർണലൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഗ്യാപ്പിലെ റിസർച്ചിലെ ഗ്യാപ്പ് അല്ലെങ്കിൽ ന്യൂ സ്റ്റഡി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്? ലിറ്ററേച്ചർ റിവ്യൂ. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ കറക്റ്റ് നോളജ് ഓൺ ദ ടോപ്പിക്. നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന്റെ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമുക്ക് നോളജ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ ടു ഐഡന്റിഫൈ ദ ഗ്യാപ്പ്, എക്സിസ്റ്റിംഗ് റിസർച്ചിലുള്ള ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റിസർച്ച്, നമ്മൾ എന്താണ് ഇനി ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then also to develop the research problem and objectives. റിസർച്ച് പ്രോബ്ലം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും നന്നായിട്ട് ഫോർമുലേറ്റ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ടു ചൂസ് ആൻ അപ്രോപ്രിയറ്റ് റിസർച്ച് മെത്തേഡ്, നല്ലൊരു റിസർച്ച് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് ദ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ദ സ്റ്റഡി, നമുക്കൊരു തിയററ്റിക്കലി നമുക്ക് എന്താണ് ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട്. And also that what are the source of the literature? Books, research journal, and thesis and dissertations, government reports, conference proceeds, reputable online databases, that means PubMed, Google Scholar. ഇതൊക്കെയാണ് നമ്മുടെ relevant ആയിട്ടുള്ള ലിറ്ററേച്ചറിന്റെ സോഴ്സുകൾ. So what are the steps of literature review എന്ന് പറഞ്ഞാൽ എന്താണ്? So first step is identify the research topic. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം റിസർച്ച് ടോപ്പിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ എങ്ങനെയാ പ്രോബ്ലം അല്ലെങ്കിൽ ടോപ്പിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ എന്താണ് ഒരു ആദ്യം നമ്മൾ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ആ ടോപ്പിക്കിനെ ബന്ധപ്പെട്ടുള്ള റിലവന്റ് ലിറ്ററേച്ചർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ആൻഡ് ക്രെഡിബിൾ സോഴ്സ് അല്ലെ. ക്രെഡിബിൾ സോഴ്സിന് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് റെഫർ ചെയ്യേണ്ടത്, ഒരു ക്രെഡിബിൾ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? കണ്ടുപിടിച്ച സോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ആൻഡ് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ലിറ്ററേച്ചർ. ആൻഡ് ഓൾസോ നമ്മൾ എന്താ ചെയ്യുക? ഓർഗനൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് റീഡ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ആ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓർഗനൈസ് ചെയ്യുക. അതിൽ ക്ലിയർലി നമ്മൾ എന്ത് ചെയ്യണം?
അത് റൈറ്റ് ചെയ്യുക, ലോജിക്കൽ റിവ്യൂ ചെയ്യുക, ഇതെല്ലാം കൂടി നമ്മൾ എന്താ സൈറ്റ് ഓൾ റെഫറൻസ് പ്രോപ്പർലി. ഇതാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ? ഇറ്റ് പ്രൊവൈഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലെ. നമുക്കൊരു എല്ലാം കൊണ്ട് നമുക്ക് ഇതിന്റെ പറയില്ലേ, ഇതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും നമുക്ക് മനസ്സിലാക്കി തരും. ഹെൽപ്സ് ഡിഫൈൻ ദ റിസർച്ച് ക്വസ്റ്റ്യൻസ്. റിസർച്ച് ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ദ ഗ്യാപ്പ് ഇൻ നോളജ് അല്ലെ, ആൻഡ് ഓൾസോ സപ്പോർട്ട് ആൻഡ് റാഷണൽ ഫോർ ദ സ്റ്റഡി ആൻഡ് ഗൈഡ് ദ സെലക്ഷൻ ഓഫ് ദ റിസർച്ച് മെത്തഡോളജി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? പൈലറ്റ് സ്റ്റഡി. സോ വാട്ട് ഇസ് പൈലറ്റ് സ്റ്റഡി? Pilot study is the small scale preliminary study conducted before the main research to test whether the research methods, tools, and procedures are feasible and effective. It helps to researchers identify and correct the problem before carrying out the full study. എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള റിസർച്ച് സ്റ്റഡിക്ക് മുന്നേ സ്മോൾ സ്കെയിൽ ആയിട്ട് നമ്മൾ പ്രിലിമിനറി ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്മോൾ റിസർച്ചിന് പറയുന്ന പേരാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മുൻകൂട്ടി ഈ റിസർച്ചിന്റെ ഫീസിബിലിറ്റി അറിയാം, അല്ലെങ്കിൽ നമുക്കൊരു ആവറേജ് പോപ്പുലേഷൻ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പൈലറ്റ് സ്റ്റഡി? ടെസ്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് ദ റിസർച്ച്, ഇവാലുവേറ്റ് ദ റിസർച്ച് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. എന്താണ്? ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ ഷെഡ്യൂളിലൊക്കെ നമുക്ക് ഒന്നും കൂടി നമുക്ക് റിസർച്ച് ഇൻസ്ട്രുമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഐഡന്റിഫൈ ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻ ഡാറ്റ കളക്ഷൻ ആൻഡ് ഓൾസോ എസ്റ്റിമേറ്റ് ദ ടൈം ആൻഡ് കോസ്റ്റ് റിക്വയർമെന്റ് ആൻഡ് ഇംപ്രൂവ് ദ റിസർച്ച് ഡിസൈൻ ആൻഡ് പ്രൊസീജിയർ. അപ്പൊ ഓവറോൾ നമുക്ക് എന്താണ്, ഒരു മെയിൻ റിസർച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് മുന്നേ നമ്മൾ സ്മോൾ സ്കെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ പൈലറ്റ് സ്റ്റഡി? നമ്മുടെ മെയിൻ സ്റ്റഡിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഡിറ്റക്ട് ദ എറേഴ്സ്, നമുക്ക് എറർ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സേവ് ടൈം, മണി ആൻഡ് എഫേർട്സ്, ആൻഡ് ഓൾസോ ഇൻക്രീസ് ദ റിയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ സ്റ്റഡി. അപ്പൊ ഇതൊക്കെ ഹെൽപ്ഫുൾ ആണ് പൈലറ്റ് സ്റ്റഡി. സോ നെക്സ്റ്റ് എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ദ പൈലറ്റ് സ്റ്റഡി? എന്താണ്? സ്മോൾ സ്കെയിൽ സൈസ് ആണ് നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്കത് യൂഷ്വൽ പറയാൻ പറ്റില്ല. സ്മോൾ സ്കെയിൽ സാമ്പിൾ മാത്രമാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ റിക്വയർഡ് അഡീഷണൽ ടൈം ആൻഡ് റിസോഴ്സസ്. അപ്പൊ നമുക്ക് എന്താ, മോർ ടൈമും മോർ റിസോഴ്സസും ആവശ്യമായിരിക്കും. മെ നോട്ട് ഐഡന്റിഫൈ ഓൾ ദ പോസിബിൾ പ്രോബ്ലം. എല്ലാ പോസിബിൾ പ്രോബ്ലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഏകദേശം അല്ലെങ്കിൽ ഒരു ആവറേജ് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദിസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ പൈലറ്റ് സ്റ്റഡി. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്താണ്? ദീസ് ആർ ദ ന്യൂമറിക്കൽ വാല്യൂസ് യൂസ്ഡ് ടു സമ്മറൈസ്, ഡിസ്ക്രൈബ്, അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡാറ്റ സെറ്റ്. ഓക്കെ, അതായത് ഒരു ഡാറ്റ സെറ്റിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്ന ആ ഒരു രീതിയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, സ്റ്റാറ്റി എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആകെ 3 കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടുള്ളൂ. ദാറ്റ് ഈസ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. What is mean? Mean is the arithmetic average of a set of values which is obtained by adding all the values together and dividing the total by the number of value. അതായത് നമുക്കൊരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ടാവും. ആ ഡാറ്റ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് നമ്മൾ സം ടോട്ടൽ ചെയ്യണം. ഓക്കെ, സം ടോട്ടൽ ചെയ്തിട്ട് ആ ആൻസർ വെച്ച് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹോൾ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ കൗണ്ട്. ഇപ്പൊ നമുക്ക് താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എക്സാമ്പിൾ എന്താ? 1,2,3. ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഫുൾ സം ചെയ്യാം. ദാറ്റ് ഇസ് 1 + 2 + 3 ചെയ്യാം. സോ വാട്ട് വിൽ ബി ദി ആൻസർ? എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? 6 ആണ് അല്ലെ? 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ കൗണ്ട്. ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എത്ര ഡിജിറ്റ്സ്, എത്ര കൗണ്ട് കൊടുത്തിട്ടുണ്ട്? 3 കൗണ്ടാ കൊടുത്തിരിക്കുന്നത് അല്ലെ? സോ 6 ഡിവൈഡഡ് ബൈ 3. സോ നമ്മുടെ ആൻസർ 2 ആണ് വരുന്നത്. കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ മീൻ ചെയ്യുക. ആൻഡ് അടുത്തത് മീഡിയൻ ആണ്. മീഡിയൻ എന്താ? ഇറ്റ് ഈസ് എ മിഡിൽ വാല്യൂ ഇൻ ദി ഡാറ്റ സെറ്റ് when the observations are arranging in the ascending order. അതായത് നമുക്കൊരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ടാവും. ആ ഡാറ്റ സെറ്റിന്റെ മിഡിൽ എടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഡാറ്റ സെറ്റ് ക്രോണോളജിക്കൽ ഓർഡറിലല്ല എങ്കിൽ നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഇപ്പൊ ഈ എക്സാമ്പിൾ നോക്കൂ, 2,1,3 അല്ലെ? നമ്മൾ ഇതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 1,2,3. അത് കഴിഞ്ഞിട്ട് അതിന്റെ മിഡിൽ കിടക്കുന്ന വാല്യൂ ഏതാണോ അതാണ് അതിന്റെ മീഡിയൻ ആയിട്ട് വരിക. സോ ഹിയർ 2 is a median.
ആൻഡ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മോഡാണ്. മോഡ് ഇസ് എ വാല്യൂ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഇൻ എ ഡാറ്റ സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണോ അതാണ് എന്ത് മോഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? 1,2,3,3,4,3,5 അല്ലെ? ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണ്? 3 ആണ്. സോ ഹിയർ 3 ഈസ് എ മോഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് റിസർച്ച്. ഇത്രയാണോ നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? റിസർച്ചിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് റിസർച്ച് എന്താ നമ്മൾ പഠിച്ചു അല്ലെ? സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്താന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് റിസർച്ച്, ടൈപ്സ് ഓഫ് വേരിയബിൾസ് നമ്മൾ നോക്കി, ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ പഠിച്ചു, പൈലറ്റ് സ്റ്റഡി, ആൻഡ് ലാസ്റ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. ഓക്കെ, സോ താങ്ക് യു.